കൂട്ടരെ, നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. വരൂ, നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് കുറച്ച് കണക്ക് പഠിച്ചാലോ? ശരി. അടുത്ത ചോദ്യം മണ്ടശിരോമണി. ഒന്നേ കൂട്ടണം ഒന്ന്. മണ്ടശിരോമണി തന്നെ. ഇങ്ങനെ വലിയ സമ്മാനം. 1, 2, 3, 4, 5, 6. ഈ 6 അടിയും കൂടെ കൂട്ടി നിങ്ങൾക്ക് ഇമ്മിനവിന്റെ അടി ഞാൻ തന്നിട്ടുണ്ട്. ഇരിക്കടാ അവിടെ. 1 2 5 മണ്ടശിരോമണി. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ സുഹറ എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കിയത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മജീദിന്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് അത് സഹിച്ചിട്ടില്ല. അവൾ അവനടുത്ത് പോയി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ാണെങ്കിലും നേരത്തെ മജീദും സുഹറയും ബദ്ധശത്രുക്കളായിരുന്നു. മുത്തശ്ശിമാവിൽ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴമെടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതായിരുന്നു ആ ശത്രുതയ്ക്ക് കാരണം. പിന്നീട് എപ്പോഴോ മിസറു പൊതിഞ്ഞ മാവിൽ കയറി മാമ്പഴമെടുത്ത് അവൾക്ക് നൽകി ആ ശത്രുത അവസാനിപ്പിച്ചതും മജീദായിരുന്നു. മജീദ് എന്നും ക്ലാസ്സിൽ നാരായണിക്ക് അപ്പുറം ഇരിക്കുന്ന സുഹറ അന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേറ്റ് മജീദിന് കാണത്തക്ക വിധത്തിൽ ചരിച്ചു പിടിച്ചു കൊടുത്തു. മജീദ് ആവട്ടെ ഒളികണ്ണിട്ട് നോക്കി അതിവിദഗ്ധമായി അത് പകർത്തി എഴുതി ക്ലാസ്സിൽ ഒന്നാമനായി. ഇതാണ് മണ്ടശിരോമണിയല്ല, നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമൻ മജീദ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവരും നല്ല കുട്ടികളായി വീട്ടിൽ പോയിക്കോളൂ. എങ്ങനെയാണോ നീ ഇത്ര വലിയ മിടുക്കനായത്? ഇമ്മണി വലിയ സീക്രട്ടാ.